ഹായ് മക്കളെ, അൻഷി സാറാണ്. എടാ നമ്മുടെ ക്വാണ്ടം നമ്പറുമായി ബന്ധപ്പെട്ട് കിഡിലൻ ക്വസ്റ്റ്യൻ പിടിച്ചാലോ? എടാ ഇവിടെ രണ്ട് സബ്ഷെല്ലി കൊടുത്തിട്ടുണ്ട്, 3D ഉണ്ട്, അതുപോലെ 4P ഉണ്ട്. എടാ സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. എൻ വാല്യൂ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എൽ അഥവാ അസിമുതൽ ക്വാണ്ടം നമ്പർ അറിയാതെ പോകരുത് കേട്ടോ. സോ എൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? എടാ നമുക്ക് കിട്ടിയ സബ്ഷെല്ലിന്റെ മുന്നിൽ എഴുതുന്ന ഈ ഷെൽ നമ്പർ ഉണ്ടല്ലോ, ഇവനായിരിക്കും എൻ വാല്യൂ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടുത്തെ എൻ വാല്യൂ എത്രയാടാ? 3 ആണ് സർ. ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ 4Pൻ്റെതോ ഈ മുന്നിൽ എഴുതുന്ന നമ്പർ 4 ആണ് സർ. അവിടെ 4 എഴുതി, എൻ വാല്യൂ സെറ്റ് ആയല്ലോ. രണ്ടാമത്തെ പിടിക്കാം. എൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സബ്ഷെല്ലാണോ അവൻക്കൊരു എൽ വാല്യൂ ഉണ്ടാവും. പഠിക്കണ്ടേ? എന്നാൽ പഠിച്ചു വെച്ചോ. എൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എസ് ആണ്, 1 എന്ന് പറഞ്ഞാൽ പി ആണ്, 2 എന്ന് പറഞ്ഞാൽ ഡി ആണ്, 3 എന്ന് പറഞ്ഞാൽ എഫ് ആണ്. ഇതാണ് മക്കളെ എൽ വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ ഡിന്റെ എൽ വാല്യൂ എത്രയാടാ? 2 ആണ്. കിട്ടിയിട്ടുണ്ട് മാഷെ, സെറ്റാ. ഇനി പിയുടെ എൽ വാല്യൂ എത്രയാണ് സർ? 1 ആണ്. അതും കിട്ടിയിട്ടുണ്ട് സർ. ബുദ്ധിമുട്ടില്ല. ഇനി കണ്ടെത്തേണ്ടത് എന്താ അറിയോ? എൻ പ്ലസ് എൽ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. രണ്ട് സബ്ഷെല്ലുകൾ തന്നിട്ട് അവൻക്ക് ഏറ്റവും എനർജി കൂടുതൽ, ഊർജം കൂടുതൽ ആർക്കാ എന്ന് ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എൻ പ്ലസ് എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ്. സോ എൻ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 3 ആണ്. 3 + 2 എന്ന് പറയുമ്പോൾ ഇവിടെ 5 കിട്ടി സർ. സെറ്റാ. ഇനി ഇവിടെ 4 + 1 എന്ന് പറയുമ്പോൾ വീണ്ടും സർ 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ട് എൻ പ്ലസ് എൽ, രണ്ട് സബ്ഷെല്ലുകളുടെ എൻ പ്ലസ് എൽ വാല്യൂ സെയിം ആയി കഴിഞ്ഞാൽ മക്കളെ ഏറ്റവും ഹയസ്റ്റ് എനർജി ആരുടെ കണ്ടെത്തേണ്ടത് അറിയോ? എടാ മുന്നിൽ എഴുതുന്ന ഏറ്റവും വലിയ ഷെൽ നമ്പർ ആരുടെ എന്ന് നോക്കുക. അവൻക്ക് ഏക്കാരം എനർജി കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3D എനർജി കൂടുതൽ ആർക്കാടാ? 4P ക്കാണ്. സെറ്റ് ആയില്ലേ?